ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ്, ഗുജറാത്തിലെ ഭാവ്നഗറിലെ അയ്യപ്പ ക്ഷേത്രം. അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ മുന്നേത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ട്രെയിനിൽ വരുന്ന സമയത്ത് നമ്മുടെ ബാഗ് കള്ളം കൊണ്ടുപോയിനെന്ന്. അപ്പോൾ അവിടെ ആ സമയത്ത് പരിചയപ്പെട്ട 2 മലയാളി ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരാ പറഞ്ഞത് ഇങ്ങനെ ഇതുപോലുള്ള സ്ഥലത്ത് ഭാവ്നഗർ തന്നെ നമ്മൾ റൂമിനെല്ലാം അടുത്തായിട്ട് അയ്യപ്പ ക്ഷേത്രം ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഒരു തവണ പോയി, ഇതിപ്പോൾ 2ത്തെ തവണയാണ് പോകുന്നത്. നമുക്ക് എപ്പം പോകാൻ പറ്റില്ല, ഏട്ടന് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട്, ഡെയിലി ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് പോകാൻ കഴിയൂല. പിന്നെ ഇപ്പോൾ 2 ദിവസം ഏട്ടന് ലീവ് കിട്ടിയിട്ടുണ്ട്. ഇക്കൊല്ലത്തെ 2 ദിവസം ലീവ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഡിസംബർ ആയപ്പോൾ അതെടുത്ത് തീർക്കുന്നതാണ്. അങ്ങനെ ഏതായാലും നാട്ടിൽ പോകാൻ കഴിയാത്തത് കൊണ്ട്, 2 ദിവസത്തേക്ക് നാട്ടിൽ പോകാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ഒന്ന് ക്ഷേത്രത്തിലെല്ലാം പോകാമെന്ന്. മാത്രമല്ല ഇന്ന് ചോറും ഉണ്ട്. നമ്മളങ്ങനെ റൂമിൽ നിന്നെല്ലാം താഴെ ഇറങ്ങിയാലും താഴത്തെ ഓണർ ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു കേരളത്തിലെ ക്ഷേത്രമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യപ്പ ക്ഷേത്രമെന്ന് ചോദിച്ച്. അപ്പോൾ അവർക്ക് അറിയാം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം, അയ്യപ്പ ക്ഷേത്രം ഉണ്ട് എന്നുള്ള കാര്യം അവർക്കറിയാം. താഴെയിൽ വെച്ച് എന്നെ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ഇപ്പോൾ മലയാളം പഠിച്ചിട്ടുണ്ട്. കാക്ക, പൂച്ച, ഏട്ടെ, ഏച്ചി, പോത്ത്, കാള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഹിന്ദി പഠിച്ചിട്ടില്ല. ആ ഏച്ചിക്ക് കേരളത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമെല്ലാം ഉണ്ട്. ഇവിടെ മുന്നേ നമ്മളിപ്പോൾ നിൽക്കുന്ന റൂമിൽ മുന്നേ നിന്നത് CSF തന്നെയാണ്. അവരിപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോസ്റ്റിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ അവർ വിളിക്കുന്നുണ്ട് അവരോട് വരണ്ടിയിട്ട്, നാട്ടിൽ വരണ്ടിയിട്ട്. ഏച്ചി കോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ലീവും കിട്ടില്ല. ലീവ് ഉള്ള സമയത്തും മോനും കൂടി വെക്കേഷനുള്ള സമയത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് നിന്നിട്ടാണുള്ളത്. പിന്നെ നമ്മുടെ റൂമിൻ്റെ സൈഡിൽ തന്നെയുള്ള വേറൊരു ഏട്ടനുണ്ട്. ആ ഏട്ടൻ്റെ ഡ്രീം സ്റ്റേറ്റാണ് പോലും നമ്മുടെ കേരളം. വീഡിയോസും ഫോണിലെ വീഡിയോസും ഫോട്ടോസെല്ലാം കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എപ്പം ഒരിക്കൽ പോകാൻ പറ്റണമെന്നെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത, മുംബൈയിൽ വർക്ക് ചെയ്ത ഒരു ഫാമിലി, അവരും കേരളത്തിൽ കോഴിക്കോട് പോസ്റ്റിംഗ് കിട്ടിയിട്ട് അവിടെ കുറച്ച് നാൾ താമസിച്ചാണ്. അവർക്ക് പിന്നെ പോസ്റ്റിംഗ് ആയിട്ട് മുംബൈയിലേക്ക് വന്ന സമയത്ത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കണ്ട് പരിചയപ്പെട്ട് വർത്താനം പറഞ്ഞപ്പോൾ പറഞ്ഞ് നല്ല സ്ഥലമാണ്, വല്ലാണ്ട് ഇഷ്ടമായിന്. അതുപോലെ തന്നെ പിട്ടും കടലെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് പഠിച്ച്. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഫുഡെല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമായിന്. നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്താണെങ്കിൽ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൂട്ട് തിരിച്ചിട്ട് വരുമ്പോൾ സാധനം വാങ്ങിയിട്ട് വെളിച്ചെണ്ണയും കായ വറുത്തയും കൂടിയിട്ട് വാങ്ങേണ്ടിയിട്ട് ഓർഡർ കൊടുക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് കുറേ വെളിച്ചെണ്ണയും കായ വറുത്തെല്ലാം വാങ്ങിയിട്ട് കൊണ്ട് കൊടുക്കുക. അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വെളിച്ചെണ്ണ കിട്ടാനില്ല. ഇവിടെ കടുകെണ്ണ, തവിടെണ്ണ അങ്ങനത്തെ എന്തെങ്കിലും എണ്ണയാണ്, വെളിച്ചെണ്ണ ഇവിടെ എടുക്കില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഓണർ പറഞ്ഞിട്ട് അവർക്ക് വെളിച്ചെണ്ണയും കായ വറുത്തയെല്ലാം അച്ഛൻ സാധനം കൊടുത്തയക്കുമ്പോൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഏലക്കായ വേണമെന്ന് പറഞ്ഞ്, ഗ്രാമ്പു, പട്ട അങ്ങനത്തെ സാധനങ്ങളെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അതും കൂടി കൊടുത്തുവിട്ടേ അവർക്ക് വേണ്ടിയിട്ട്. ചുരുക്കി പറഞ്ഞിട്ടാകുമ്പോൾ അവർക്ക് നമ്മുടെ കേരളത്തിലെ ഫുഡും കേരളത്തിലെ സാധനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നമുക്കങ്ങനെ കേരളം വിട്ടിട്ട് നേരെ തിരിച്ചിട്ട് പിന്നെയും ഗുജറാത്തിലേക്ക് തന്നെ വരാം. നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇതൊക്കെയാണ് റോഡിലെ സൈഡിലുള്ള കാഴ്ചകൾ. നമ്മളെ റൂമിൽ നിന്ന് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ഒരു 15-20 മിനിറ്റ് ദൂരമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇതെങ്ങനെ ഇഷ്ടമാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എടുത്തത് വെച്ചിട്ട് എങ്ങനെയൊക്കെ ഇഷ്ടമാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഓട്ടോയിൽ പോകുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. എനിക്കതിന് വലിയ മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ ഓട്ടോ കുലുങ്ങുമ്പോൾ ഞാനും കുലുങ്ങുന്നുണ്ട്, ഫോണും കുലുങ്ങുന്നുണ്ട്. അതെനിക്ക് മാറ്റാനൊന്നും കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ ക്ലിയർ ആവുന്നു, നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമാവുന്നു എനിക്ക് അറിഞ്ഞൂടാ. പറ്റുമെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാണുക. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനെ അന്തം വിട്ട കുന്തം വളർന്നത് ഇവിടെ ഇഷ്ടംപോലെ ആര്യവേപ്പിലയുണ്ട്. എല്ലാ മുക്കിനും മൂലക്കും റോഡ് സൈഡ് ഒരു 5-6 വരെ നിരത്തിയിട്ട് ഇങ്ങനെ ആര്യവേപ്പിലയിരിക്കും. എല്ലാം നല്ല വളർന്നിട്ടുള്ള ആര്യവേപ്പിലയാണ്. ഡെയിലി വൈകുന്നേരം ആകുമ്പോൾ മാർക്കറ്റ് ഉണ്ടാവും. മാർക്കറ്റിൽ ഇവർ ഈ ആര്യവേപ്പില പൊട്ടിച്ചിട്ട് ഇങ്ങനെ വിൽക്കും. പൈസ കൊടുത്തിട്ട് അങ്ങനെ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റോഡ് സൈഡിലുണ്ടാകുമ്പോൾ പൊട്ടിച്ചിട്ട് പോയാൽ മതി. എനിക്ക് എൻ്റെ ആവശ്യത്തിന് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവിടെ ലൈനിലെത്തിയിട്ടാകുമ്പോൾ തിരിച്ചിട്ട് വരുന്ന സമയത്ത് ലൈനിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഞാനെടുക്ക് കൊണ്ടുത്തരും എനിക്ക്. അന്നേരം ഞാനൊന്നിക്കൽ തിളപ്പിച്ചിട്ട് തല കഴുകുമോ അല്ലെങ്കിൽ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് കുറേ, അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ. അങ്ങനെ നമ്മൾ പാലം കടക്കോളം നാരായണമെന്ന് പറഞ്ഞ് പാലം കടന്നിട്ട് നമ്മൾ എത്താനായി. ഇപ്പോൾ ബോറടിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കുറേ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. റോഡിലെ കുറേ ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ അയ്യപ്പ ക്ഷേത്രം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഭക്ഷണമുണ്ട്, ശനിയും ഞായറും ഭക്ഷണമുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്ലാസ്റ്റിക് പൂവാണ്. ഇതെല്ലാം പ്ലാസ്റ്റിക് പൂവിനെ കൊണ്ട് അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് ഭക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് കുറേ ആൾക്കാരുണ്ട്. ആ ഗേറ്റിൻ്റെ മുന്നിൽ കാണുന്ന ഇവിടെയുള്ളവരെ വീടാണ്. അവരും കൂടി ഇന്ന് വന്നിട്ടുണ്ടേനും. ഇവിടെ തന്നെ വാഴയുണ്ട്, കിഴങ്ങുണ്ട്, കപ്പ. നിങ്ങൾ കപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ കിഴങ്ങെന്ന് പറയും. കിഴങ്ങുണ്ട്, പിന്നെ ഉറുമാമ്പഴത്തിൻ്റെ ഉണ്ട്, സീതപ്പഴത്തിൻ്റെ കുറേ മരങ്ങളുണ്ട്. അങ്ങനെ കുറേ മരങ്ങൾ ഇവിടെയുണ്ട്.
അങ്ങനെ അയ്യപ്പനെ പ്രാർത്ഥിച്ച് ശരണം വിളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണത്തിനിരുന്ന്. ഭക്ഷണത്തിന് നല്ല ഭക്ഷണമായിരുന്നു. ചോറ്, സാമ്പാർ, ചെറുപയർ കറി, കാബേജ് വറവ്, കൂട്ടുകറി, ബീട്രൂട്ട് പച്ചടി, അച്ചാർ, പപ്പടം, പായസം, പിന്നെ പുളിശ്ശേരി, അങ്ങനത്തെ എല്ലാം കൂട്ടിയിട്ടുള്ള ചോറേനു. 2-3 ട്രിപ്പ് ഇരുന്നിന് ആൾക്കാർ, 3 ട്രിപ്പിനുള്ള ആൾക്കാർ വരെ ഉണ്ടേനു. അങ്ങനെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന്. അപ്പോൾ ഓനെ കളിക്കണ്ടിട്ട് കുറേ പിള്ളേരുണ്ടേനും. പിന്നെ ഒരു പെൺകുട്ടീനെ കൂടെ കണ്ടിട്ട് കുറച്ച് നേരം കുട്ടീൻ്റെ കൂടെ കളിച്ച് പിന്നെ ആ കുട്ടി അങ്ങ് പോയി. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മെല്ലെ നടന്ന് വിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ബലൂൺ കണ്ടിരുന്നു. നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് അവൻ ബലൂൺ കണ്ടിട്ട് ബലൂൺ എന്ന് പറഞ്ഞിട്ടും. അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ ബലൂൺ വാങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടാകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. അപ്പോൾ വേറൊരു വീഡിയോയിട്ട് പിന്നെ വരാം.